ഗായ്സ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് അരിയുണ്ട നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പം സൂപ്പറാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശർക്കരപ്പാനി, അരി, പച്ചരി അല്ലാത്ത ഏതരി ഓക്കെ ആയി എന്നാണ് പറയുന്നത്. ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇതിലേക്ക് ചേർക്കണ്ടേ, എല്ലാം കൂടെ മിക്സ് ആക്കണം കേട്ടോ. പൊടി ശർക്കരപ്പാനിയിലേക്ക് അങ്ങോട്ട് ലയിക്കണം. ചെറു ചൂടോടുകൂടെ വേണം ഉരുട്ടാൻ. അത് ശരി, അല്ലെങ്കിൽ ഉരുട്ടാൻ കഴിയില്ല. ഓക്കെ, നമ്മുടെ അരിയുണ്ടയുടെ മിക്സ്ചർ ആയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇനി ഇത് ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? സമാധാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കഴിയട്ടെ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അച്ഛനും അമ്മയും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? അരിയുണ്ട ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, എന്താ സിമ്പിൾ പരിപാടി അല്ലേ? ഇൻഗ്രീഡിയൻസ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. തേങ്ങ, ശർക്കരപ്പാനി, അരി. പച്ചരി അല്ലാത്ത ഏതരി? ഓക്കെ, പുഴുക്കലരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇനി വറക്കാൻ പോവുക അല്ലേ? ഓക്കെ, അപ്പം ഇത് വറുത്തതിന് ശേഷം വേറെ എന്തൊക്കെയൊക്കെ പരിപാടികളുണ്ട്. അപ്പം അതറിയാത്തവർക്ക് ചെയ്യാം. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അറിയാത്തവരുണ്ടെന്ന് ഞാൻ തിന്നും. പിന്നെന്താ തിന്നാൻ അറിയാത്ത ആരാ ഉള്ളത്? ഓക്കെ, അപ്പം ഇത് വറക്കാൻ പോവാണ്. കാണിച്ചു തരാം. ഓക്കെ, ആയി എന്നാണ് പറയുന്നത്. അതിൻ്റെ ചൂടൊക്കെ വരുന്നുണ്ട് കണ്ടോ. നേരത്തെ അരി പോലെയല്ല, ഇപ്പോൾ കുട്ടപ്പനായി. ഇനി ഇതെന്താ ചെയ്യാൻ പോവാ? പൊടിക്കാൻ പോവാ അല്ലേ? ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടിക്കും അല്ലേ? ഓക്കെ, നമ്മളിത് അരി പൊടിക്കാനുള്ള പരിപാടിയാണ്. 2-3 ബാച്ചായിട്ട് പൊടിക്കേണ്ടി വരും അല്ലേ? 2-3 ബാച്ചായിട്ട് പൊടിക്കണം, അല്ലേ മൊത്തം അതിൽ കൊള്ളില്ല. ഓക്കെ, അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അരി പൊടിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു ബാച്ചായി. ഓക്കെ, ഫസ്റ്റ് ബാച്ച് അരി പൊടിച്ചതായിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി അടുത്ത ബാച്ച് പൊടിക്കാൻ പോകുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ബാച്ച് അരി ആയിട്ടുണ്ട്. ഇതാ. ഓക്കെ, ഇനി എന്താ പരിപാടി എന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ചൂടാറട്ടെ. ഓക്കെ, ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ഇട്ടിട്ട് ഒഴിക്കണം. അതിൽ ഒഴിച്ചിട്ട് ഈ നാളികേരം അതിലേക്ക് ഇടണം. ഓക്കെ, തിളച്ച് വരുമ്പോൾ ഈ നാളികേരം കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇറക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അമ്മ ചൂടാക്കട്ടെ. ഓക്കെ, ശർക്കരപ്പാനി ഒന്നും കൂടി ചൂടാക്കാൻ പോവാണ്. ഓക്കെ, ഒന്ന് ചൂടായി വരാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. നാളികേരം ഇതിലേക്ക് ചേർക്കണ്ടേ. ഓക്കെ, നമ്മൾ നാളികേരം ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഏലക്കായപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചൂടായിട്ടുണ്ട്. ഓഫാക്കാൻ പോവാണ്. അരിപ്പൊടി ആഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ഞാൻ കൊണ്ടുതരാം. ഇടാനായോ? അത് അരിപ്പൊടി ഇടാനായി? ഓക്കെ, അപ്പം ഞാൻ കൊണ്ടുതരാം. ഇതാ അരിപ്പൊടി. ഓക്കെ, എന്താ കുട്ടിയെ മിക്സിയിലാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് തരാം. അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറു ചൂടോടുകൂടെ വേണം ഉരുട്ടാൻ. അത് ശരി, അല്ലെങ്കിൽ ഉരുട്ടാൻ കഴിയില്ല പിന്നെ. ഓക്കെ, അപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. എല്ലാം കൂടെ മിക്സ് ആക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കണം. പൊടി ശർക്കരപ്പാനിയിലേക്ക് അങ്ങോട്ട് ലയിക്കണം. ഓക്കെ, അത് ഏറെക്കുറെ ആയിട്ടുണ്ടല്ലേ? ഇനി ഇത് ഉരുട്ടേണ്ട താമസമില്ല. നമുക്ക് വൈകുന്നേരം ചായക്ക്
പിടിക്കാം, പിടിക്കാം. ചുരുട്ടി പിടിക്കാം. ചുരുട്ടി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉരുട്ടുന്നത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, ഇപ്പോൾ ഉരുട്ടാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്, കുറച്ച് ചൂടാറണം. അതെ. ഓക്കെ, നമ്മുടെ അരിയുണ്ടയുടെ മിക്സ്ചർ ആയിട്ടുണ്ട്. കണ്ട, ഇതാണ് സാധനം. ഇനി ഇത് ഇവർ രണ്ടുപേരും കൂടി ഉരുട്ടുന്നത് കാണിച്ചു തരാം. ഓക്കെ, അതിനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ആണോ? സാധാ ഉരുട്ടിയെടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പ്ലേറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ, നമ്മുടെ അനിയൻ്റെ ഫേവറേറ്റ് ഫുഡാണെന്നാണ് പറയുന്നത്. ഉണ്ടാക്കി തരാം അല്ലേ? ഓക്കെ, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കുറേ ദിവസം നിന്നോളൂ അല്ലേ? അത്യാവശ്യം 3-4 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഇത് തീരെ ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് തീരട്ടെ. അപ്പോഴേക്ക് കാണിച്ചു തരാം ഇത് മൊത്തമായിട്ട് എങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ? ഓക്കെ, ഉണ്ണിക്കുട്ട ചെറിയതും വലുതും കാടുമുട്ടി കോഴിമുട്ടി. അമ്മയാണ് ഈ ചെറിയതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അതേ തിന്നാൻ പറ്റുള്ളൂ, ഇതൊന്നും വായ കയറൂല. ഇതൊക്കെ തിന്നാം, ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? സമാധാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കഴിയട്ടെ. രണ്ടുപേര് ഉരുട്ടുന്നുണ്ട്. ഒരാൾ വലുത് ഉരുട്ടിയിട്ടുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് അമ്മേനോട്, വലുതുരുട്ട്. എനിക്ക് കൊള്ളുന്നതല്ല, എനിക്ക് ഉരുട്ടാൻ പറ്റുമെന്ന്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് തിന്നാ പോരെ. വലുപ്പത്തിലൊക്കെ എന്തിരിക്കുന്നു. വാ, പോരാ, അതല്ല കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിണങ്ങും. ഓക്കെ, അപ്പം ഇത് മൊത്തം ഉരുട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ചട്ടി പഠിക്കാൻ പോയപ്പം നോക്ക നമ്മൾ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കണു. ഇനി ഇത് കുറച്ച് ഭംഗിയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇനി ടേസ്റ്റിങ് നടത്താൻ പോവാണ്. ഓക്കെ, ഇനി അതിൻ്റെ പകുതി മതി എനിക്ക്. മൊത്തം മതി. കഴിച്ചോളൂ. ആ, ഓക്കെ, കഴിച്ചോളൂ. നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ഇതൊക്കെ മുന്തിരിയൊക്കെ ഇടാം അല്ലേ? ആണല്ലേ? അപ്പം ഒന്നും വേണ്ട, സിമ്പിൾ. സിമ്പിൾ. ആകെ 3-4 ഐറ്റംസേ ഉള്ളൂ. തേങ്ങ, അരിപ്പൊടി. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ബൈ പറഞ്ഞോളൂ. ബൈ ഗൈസ്, ചെയ്ത് നോക്കാം. നല്ല സംഭവമാണ്. 2 ദിവസം മാക്സിമം ഉണ്ടാവുള്ളൂ. 2 ദിവസം കിട്ടില്ല. ഓക്കെ, ബൈ.